ഹായ്, എല്ലാവർക്കും ഗാലറി വേൾഡിൻ്റെ വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ അർജുൻ വന്ന് പ്രതിക്കൂട്ടിൽ സാക്ഷിക്കൂട്ടിൽ നിൽക്കുന്ന അർജുനോട് ചോദിക്കുന്നുണ്ട്. രോഹിത്തിനോട് ചോദിക്കുകയാണ്, രോഹിത്തിൻ്റെ ഓർമ്മയും ബുദ്ധിയും ഒക്കെ പഴയതുപോലെ അല്ലേ എന്ന്. അന്നേരം അതേന്ന് രോഹിത് മറുപടി പറയുകയാണ്. തുടർന്ന് ആ ഡേറ്റും തീയതിയൊക്കെ പറഞ്ഞിട്ട് സെപ്റ്റംബർ മാസം പഞ്ചകൈലാസത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമായിട്ട് പറയുകയാണ്. തുടർന്ന് രോഹിത് ആ ഉണ്ടായ സംഭവങ്ങൾ മുഴുവൻ പറയുകയാണ്. വിഷ്ണുവും ശാലിനിയും പ്രീതിയും അർജുനും രോഹിത്തും പിന്നെ സുസ്മിതയും എല്ലാവരും കൂടി ചേർന്ന് ആ ഉപദൈവങ്ങളെ തൊഴുവാനായിട്ട് പോയപ്പോൾ ഒരു ഉഗ്രം കാഴ്ച കാണിച്ചു തരാനുണ്ട്, രോഹിത്ത് മാത്രം മതി എന്നും പറഞ്ഞ് സുസ്മിത വിളിച്ച് സൂയിസൈഡ് പോയിന്റിലേക്ക് കൊണ്ടുപോയതും അവിടെ വെച്ച് കുറേ ഫോട്ടോസൊക്കെ എടുത്തതും പിന്നീട് പാറപ്പുറത്തേക്ക് രോഹിത്ത് കയറിയതും രോഹിത്തിനെ തള്ളി താഴേക്ക് ഇട്ടതും പിന്നീട് വീഴാൻ തുടങ്ങുമ്പോൾ രോഹിത്ത് വീണ്ടും ജീവന് വേണ്ടി യാചിച്ചതും ചെരുപ്പ് കൊണ്ട് സുസ്മിത തള്ളി അങ്ങ് താഴേക്ക് ഇട്ടതും ഒക്കെ പറയുമ്പോൾ സത്യഭാമയൊക്കെ അന്തം വിട്ടത് കേട്ടിരിക്കുകയാണ്. പത്മാതിയമ്മ വിഷമത്തോടെ ഇരിക്കുന്നു. പക്ഷെ രോഹിത് ഇത് പറയുന്നതൊക്കെ കേട്ടിട്ട് അങ്ങ് അന്തം വിട്ട് നിൽക്കുകയാണ് സുസ്മിതയും. തുടർന്ന് പിന്നീട് എന്താണ് സംഭവിച്ചത് എന്ന് അർജുൻ ചോദിക്കുമ്പോൾ പിന്നീട് ഞാൻ കണ്ണു തുറക്കുന്നത് രാച്ചിയമ്മ എന്ന ആദിവാസി ഗോത്രഭാഗത്തിൽപ്പെട്ട ഒരു വൈദ്യരുടെ വീട്ടിലാണ്. അവരാണ് എൻ്റെ മുറിവുകളൊക്കെ വെച്ച് കിട്ടിയതും എന്നെ പഴയ പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതും എന്നൊക്കെ പറയുമ്പോൾ അതിനിടയ്ക്ക് പുറം ലോകവുമായിട്ട് ബന്ധപ്പെടാനായിട്ട് രോഹിത് ശ്രമിച്ചില്ലേ ചോദിക്കുകയാണ്. അന്നേരം അങ്ങനെ ഒരു പിന്നെ ആരോഗ്യ അവസ്ഥയിലായിരുന്നില്ല ഞാൻ. പിന്നെ പോലീസ് വേട്ട ഉണ്ടായി എന്ന് പറയുമ്പോൾ പോലീസ് വേട്ടയോ എന്ന് അർജുൻ ചോദിക്കുകയാണ്. അന്നേരവും ഈ അമീർ അബ്ദുള്ള ഇടയ്ക്കിടയ്ക്ക് തൻ്റെ കയ്യിലിരുന്ന ആ ഷീറ്റ് പേപ്പർ 2-3 മുറിക്കുകയും പിന്നീട് അത് മടക്കുകയും ഒക്കെ ചെയ്യുകയാണ്. പക്ഷേ വേറെ അങ്ങ് വളരെ ലാഘവത്തോടു കൂടിയാണ് ഈ അമീർ അബ്ദുള്ള ഇരിക്കുന്നത്. ഈ രോഹിത്ത് പറയുന്ന ഈ വ്യക്തമായ തെളിവുകളും ഈ സത്യമൊന്നും അമീർ അബ്ദുള്ള അത്ര വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല. ചന്ദ്രൻ ചിറ്റപ്പനും വലിയ വ്യത്യാസമൊന്നും ഇല്ലാതെ ഇരിക്കുകയാണ്. ശ്രീരഞ്ജിനി ഇതെല്ലാം ശ്രദ്ധിച്ചിരിക്കുന്നുണ്ട്. വിഷ്ണുവും ശാലിനിയും ഒക്കെ അങ്ങ് സന്തോഷിച്ചിരിക്കുകയാണ്. രോഹിത്ത് സത്യാവസ്ഥ വന്ന് തുറന്നു പറഞ്ഞല്ലോ. അന്നേരം പോലീസ് വേട്ടയും ചോദിക്കുമ്പോൾ അതെ, അടിവാരത്തെ സെറ്റിൽമെന്റ് കോളനിയിലുള്ള വിജയൻ എന്നൊരു പോലീസുകാരൻ എന്നെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ആ ഫോട്ടോ ശാരദാമ്മയെ കാണിച്ചതും ശാരദാമ്മയുടെ മുമ്പിൽ വെച്ച് ചന്ദ്രബോസിനെ ഫോൺ വിളിച്ചതും ഒക്കെയായ സംഭവങ്ങളൊക്കെ രോഹിത്ത് അർജുനോട് ആ കോടതി മുറിയിലാകെ പറയുകയാണ്. തുടർന്ന് അർജുൻ ചോദിക്കുകയാണ്, അതിന് പോലീസ് തിരയുന്ന കുറ്റവാളി ഒന്നും അല്ലായിരുന്നല്ലോ രോഹിത്ത്, പിന്നെ എന്തിനാണ് എൻകൗണ്ടർ ചെയ്ത് രോഹിത്തിനെ കൊലപ്പെടുത്താനൊക്കെ അവർ ശ്രമിച്ചതെന്ന്. അന്നേരം എന്നെ തിരഞ്ഞത് വിജയൻ എന്നൊരു പോലീസുകാരനാണ്. വിജയനെ നിയന്ത്രിച്ചിരുന്നത് ചന്ദ്രബോസ് എന്ന് പറഞ്ഞൊരു പോലീസുകാരനാണ്. ഈ വിജയൻ എന്തോ എന്നെ കൊല്ലാനുള്ള ഒരു കൊട്ടേഷൻ ഏറ്റെടുത്ത പോലെയാണ് എനിക്ക് തോന്നിയത് എന്നിങ്ങനെ രോഹിത്ത് പറയുകയാണ്. അന്നേരം ഈ ശ്രീരഞ്ജിനി തിരിഞ്ഞിങ്ങനെ ചന്ദ്രബോസിനെ നോക്കുന്നുണ്ട്. അന്നേരം തെല്ലൊന്ന് ചന്ദ്രബോസ് പേടിക്കുകയാണ്. അന്നേരം പെട്ടു എന്ന അവസ്ഥയിൽ അങ്ങ് എല്ലാം കൈവിട്ടു പോയി എന്നുള്ള അവസ്ഥയിൽ നിൽക്കുകയാണ് അവിടെ സുസ്മിത. തുടർന്ന് അർജുൻ കോടതിയോട് പറയുന്നുണ്ട്, ചന്ദ്രബോസ് ഇവിടുത്തെ സർക്കിൾ ഇൻസ്പെക്ടറും ബുള്ളറ്റ് വിജയൻ എന്ന് പറഞ്ഞ പോലീസുകാരൻ അടിവാരത്തെ സ്റ്റേഷനിലുള്ളതാണ് എന്നൊക്കെ ഈ സുസ്മിത ഏർപ്പാടാക്കിയ ആൾ തന്നെയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. തുടർന്ന് അർജുൻ ചോദിക്കുകയാണ്, പിന്നെ രോഹിത് അവിടെ നിന്ന് എങ്ങനെയാണ് രക്ഷപ്പെട്ടെന്ന്. അന്നേരം ഭാഗ്യം കൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടതെന്ന് പറഞ്ഞ ശേഷം രാച്ചിയമ്മയുടെ കുടിയിലേക്ക് ആ ബുള്ളറ്റ് വിജയം വന്നതും ശാരികയെ ഉപദ്രവിച്ചതും പിന്നീട് രോഹിത്തിനെ പിടിച്ചതും വെടിവെക്കാൻ നോക്കിയതും അതിനിടയ്ക്ക് വിഷ്ണു വന്ന് എല്ലാവരെയും അടിച്ചൊതുക്കി രക്ഷിച്ചതുമൊക്കെ ആയ കഥ പറയുമ്പോൾ സത്യഭാമ അന്തം വിട്ടിരിക്കുകയാണ്. തുടർന്ന് സത്യഭാമ ഇങ്ങനെ തിരിഞ്ഞ് വിഷ്ണുവിനെ നോക്കുന്നുണ്ട്. പക്ഷെ വിഷ്ണു ആണെങ്കിൽ മുഖം കൊടുക്കുന്നില്ല. അതിനുശേഷം സുസ്മിത ഇങ്ങനെ സത്യഭാമയെ നോക്കുമ്പോൾ സത്യഭാമ ഇങ്ങനെയല്ല കത്തി ജ്വലിച്ച് ദേഷ്യഭാവത്തോടു കൂടി നിൽക്കുകയാണ്. പെട്ടെന്ന് സുസ്മിത അങ്ങ് സത്യഭാമയുടെ മുഖത്ത് നിന്നും അങ്ങ് മുഖം മാറ്റുകയാണ്, അത് കാണാൻ പറ്റാതെ. തുടർന്ന് അർജുൻ കോടതിയോട് പറയുകയാണ്, ഈ രോഹിത്തിന്റെ വായിൽ നിന്ന് തന്നെ എല്ലാം വ്യക്തമായിട്ട് കേട്ട് കഴിഞ്ഞല്ലോ. രോഹിത് രക്ഷപ്പെട്ടത് രോഹിതിന്റെ ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രമാണ്. ഭർത്താവിൽ ഈ ഭാര്യയിൽ നിന്നുണ്ടായ തിക്ത അനുഭവം വീണ്ടും ഞാൻ കോടതിയെ ഓർമ്മിപ്പിക്കുകയാണ്. രോഹിത് രക്ഷപ്പെട്ടു എന്ന് കരുതി കൊലക്കുറ്റം എന്നൊരു കുറ്റത്തിൽ നിന്നല്ലാതെ ബാക്കി ഒരു കുറ്റത്തിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് ഈ സുസ്മിതയ്ക്ക് കഴിയില്ല. ഇനി ഇതുപോലെ ഒരു കുറ്റങ്ങൾ ആരും ചെയ്യരുത്. അപ്പോൾ കൊലക്കുറ്റം ഒഴികെ ബാക്കി എല്ലാ കുറ്റങ്ങൾക്കുമുള്ള തക്കതായ ശിക്ഷ ഈ സുസ്മിതയ്ക്ക് ലഭിക്കുക തന്നെ വേണം. ഇനിയും ഇങ്ങനെ ഭർത്താവിനെ ക്രൂരമായിട്ട് കൊലപ്പെടുത്താൻ നോക്കിയിട്ടും ഭർത്താവ് മരിക്കാതെ വന്നപ്പോൾ വീണ്ടും ഗുണ്ടകളെയും പോലീസ് ഗുണ്ടകളെയും കൊട്ടേഷൻകാരെയും ഒക്കെ അയച്ച് വീണ്ടും ഭർത്താവിനെ കൊലപ്പെടുത്താനായിട്ട് നോക്കിയ ഈ സ്ത്രീയെ ഞാനിനി രക്തയക്ഷി എന്നും ലേഡി ഡെവിൽ എന്നുമൊക്കെ വീണ്ടും വിളിക്കും എന്നൊക്കെ പറഞ്ഞങ്ങ് അർജുൻ അങ്ങ് കത്തിക്കേറുകയാണ് കോടതിയിൽ. അന്നേരം സത്യഭാമയൊക്കെ അന്തം വിട്ട് നിൽക്കുന്നുണ്ട്, സുസ്മിത പേടിച്ച് നിൽക്കുകയാണ്. പക്ഷേ ഇതേ സമയം നമ്മുടെ അമീർ അബ്ദുള്ളയാണെങ്കിൽ
പേപ്പർ കൊണ്ട് ബോട്ട് ഉണ്ടാക്കി കളിക്കുകയാണ്. തുടർന്ന് ഒരു ചെറിയ ബോട്ടൊക്കെ ഉണ്ടാക്കി, പേപ്പർ ബോട്ടൊക്കെ ഉണ്ടാക്കി ടേബിളിലേക്കൊക്കെ വെക്കുന്നുണ്ട്. അയാൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നേ ഇല്ല. വേറൊരു ലാഘവത്തോടു കൂടിയാണ് ഇതൊക്കെ കണക്കാക്കുന്നത്. തുടർന്നും അർജുൻ പറയുന്നുണ്ട്, ഈ ഇവിടെ ഡിഫൻസ് വക്കീൽ പറഞ്ഞതുപോലെ ശ്രീരഞ്ജിനി മാഡം വലിയ കുറ്റമൊന്നും മഹാപരാധമൊന്നും ചെയ്തിട്ടില്ല. ചില പ്രത്യേക കേസുകളിൽ കോർപ്പസ് ഡെൻസിറ്റി എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട്. അതായത് കൊല ചെയ്യപ്പെട്ട ആളിൻ്റെ മൃതദേഹം കിട്ടാതെ വരികയോ, അതായത് പ്രതി നിഷ്ഠൂരമായി കൊല ചെയ്ത ശേഷം കത്തിക്കുകയോ കടലിൽ ഒളിപ്പിക്കുകയോ അങ്ങനെ കിട്ടാത്ത വിധം ആവുകയാണെങ്കിൽ ഒരു ഐ വിറ്റ്നസിൻ്റെ പേരിൽ, സാക്ഷിമൊഴിയുടെ പേരിൽ സ്വമേധയാ കേസ് എടുക്കാവുന്നതാണ്. അങ്ങനെ ഒരു കാര്യമാണ് ഇവിടെ ശ്രീരഞ്ജിനി മാഡം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് പരമാവധി ശിക്ഷ ഈ സുസ്മിതയ്ക്ക് ലഭിക്കുക തന്നെ വേണം എന്ന് ഞാൻ ഒരു പ്രാവശ്യം കൂടി കോടതിയെ ഓർമ്മിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് തൻ്റെ വാദം അവസാനിപ്പിക്കുകയാണ് അർജുൻ. തുടർന്ന് ഇനി ക്രോസ് എന്ന ഡിഫൻസ് വക്കീലിനോട് ചോദിക്കുമ്പോൾ എസ് എന്നും പറഞ്ഞ് അമീർ അബ്ദുള്ള എഴുന്നേൽക്കുകയാണ്. തുടർന്ന് അമീർ അബ്ദുള്ള ആണെങ്കിൽ രോഹിത്തിനോട് വന്ന് ചോദിക്കുകയാണ്, ചെറുപ്പത്തിലെ കുഞ്ഞുനാളിലെ ഈ ചിത്രകഥകളൊക്കെ വായിക്കാറുണ്ടായിരുന്നോ എന്ന്. അന്നേരം രോഹിത് ഒന്ന് സംശയിച്ചിട്ട് ഇല്ല എന്ന് പറയുകയാണ്. എങ്കിൽ ഈ അടുത്ത കാലത്ത് വായിച്ചു തുടങ്ങിയതായിരിക്കും അല്ലേ ചോദിക്കുമ്പോൾ കോടതിയുടെ സമയം വിലപ്പെട്ടതാണ് അമീർ, അത് പാഴാക്കാനായിട്ട് പാടില്ല എന്ന് ജഡ്ജി പറയുകയാണ്. അന്നേരം അതൊന്നും വായിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഇത്തരം കെട്ടുകഥകളൊക്കെ ആര് വിശ്വസിക്കാനാണ് ലോഡ് എന്ന് അമീർ ചോദിക്കുക. ഈ അങ്ങനെ ഒരു കൊക്കയിൽ നിന്നും താഴേക്ക് വീഴുമ്പോൾ രക്ഷപ്പെടുന്നത്, ഒരു മനുഷ്യനാണെങ്കിൽ രക്ഷപ്പെടുമെങ്കിലും അത് ചിലപ്പോൾ ഒന്നുകിൽ മരിക്കും, അല്ലെങ്കിൽ പരിക്കുകളൊക്കെ ഉണ്ടാകും, അല്ലെങ്കിൽ സൂപ്പർമാനോ ശക്തിമാനോ സ്പൈഡർമാനോ ഒക്കെ ആയിരിക്കണം. സാധാരണ ഒരാൾ കൊക്കയിലേക്ക് വീഴുമ്പോൾ നിസ്സാര പരിക്കുകളൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ ആദിവാസിക്കാർ വന്ന് കമ്പിലൊക്കെ കൊണ്ട് ഹൊയ്യൊക്കെ പറഞ്ഞ് വൈദ്യരുടെ അടുത്തേക്ക് എത്തിക്കും. ഇതിപ്പോൾ വെറും കെട്ടുകഥ മാത്രമാണ്, സാക്ഷിമൊഴികളോ തെളിവുകളോ ഒന്നുമില്ല എന്നിങ്ങനെ പറയുമ്പോൾ ഞാൻ എനിക്കുണ്ടായ അനുഭവമാണ് പറയുന്നതെന്ന് രോഹിത് പറയുന്നുണ്ട്. അന്നേരം കോടതിക്ക് വേണ്ടത് തെളിവുകളാണ്. രോഹിത് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ആര് വിശ്വസിക്കാനാണ്? എന്ത് തെളിവാണ് ഉള്ളത്? ഒരു സുപ്രഭാതത്തിൽ കണ്ണു തുറക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നു, പിന്നീട് ഇവിടെ എത്തി, ഇതൊക്കെ പറഞ്ഞാൽ വെറും കെട്ടുകഥകൾ മാത്രമാണ് എന്നങ്ങ് അമീർ പറഞ്ഞ് വാദിക്കുമ്പോൾ ചന്ദ്രബോസിനൊക്കെ കൂടെ ധൈര്യം വരികയാണ്, ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ വിഷ്ണുവും ശാലിനിയും ഒരു നിമിഷം ചിന്തിക്കുകയാണ്. വിഷ്ണുവിൻ്റെ മുഖം അങ്ങ് എന്തോ അഗാധമായിട്ട് ചിന്തിക്കുന്നതായി കാണിക്കുന്നുണ്ട്. സുസ്മിതയ്ക്കും കുറേശ്ശെ ഭാവം വ്യത്യാസം വന്നു തുടങ്ങുകയാണ്. തുടർന്ന് അമീർ ചോദിക്കുകയാണ്, നിങ്ങൾ പറഞ്ഞ രാച്ചിയമ്മ എവിടെ? നിങ്ങളുടെ രാച്ചിയമ്മയുടെ കുടിയിലേക്ക് നിങ്ങൾ ചികിത്സയിൽ കഴിയുമ്പോൾ നിങ്ങളെ കൊല്ലാനായിട്ട് അയച്ച പോലീസുകാരൻ എവിടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞത് സത്യമായ കാര്യങ്ങളാണ് എന്നിങ്ങനെ പറയുമ്പോൾ നിങ്ങൾ കൊക്കയിൽ വീണെങ്കിൽ അത് ആരെങ്കിലും കണ്ടോ, തെളിവുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ രോഹിത്തിന് ഉത്തരമില്ല. അന്നേരവും അമീർ പറയുന്നുണ്ട്, കോടതിക്ക് വേണ്ടത് കെട്ടുകഥകളല്ല തെളിവുകൾ മാത്രമാണെന്ന് പറയുമ്പോൾ രോഹിത്തിന് ഉത്തരമില്ല. തുടർന്ന് അമീർ പറയുകയാണ്, ഒരു ചിത്രം പോലെ വ്യക്തമാണ് ഇവിടെ കാര്യങ്ങളെല്ലാം. എൻ്റെ കക്ഷി സുസ്മിതയും ഈ രോഹിത് മോഹനും തമ്മിൽ കുറേ കാലമായിട്ട് വർഷങ്ങൾ മുമ്പ് പ്രണയത്തിലായിരുന്നു. പക്ഷെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ രോഹിത്തുമായുള്ള പ്രണയം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എൻ്റെ കക്ഷിക്ക് താല്പര്യമില്ലായിരുന്നു. ഒരു നിശ്ചയ ചടങ്ങിനിടെയാണ് രോഹിത്തിൻ്റെ അച്ഛൻ കുഴഞ്ഞു വീണ് മരിച്ചത്. അപ്പോൾ ആ ഒരു പ്രതികാരമാണ് സുസ്മിതയോട് രോഹിത്തിനുണ്ടായിരുന്നത്. ഈ രോഹിത്തിൻ്റെ അമ്മ പത്മാവതി അമ്മ തന്നെ പറയുകയുണ്ടായി, എന്തെങ്കിലും പ്രതികാരമുണ്ടായാൽ പകയുണ്ടായാൽ അത് വീട്ടാതെ രോഹിത്തിന് ഉറക്കം വരില്ല എന്ന്. അതൊക്കെ പറയുമ്പോൾ പത്മാവതി അമ്മ ഇങ്ങനെ നോക്കുകയാണ് രോഹിത്ത്. അന്നേരം സുസ്മിതയും രോഹിത്തും തമ്മിൽ പ്രണയത്തിലായിരുന്നു എന്നൊക്കെ അമീർ പറയുമ്പോൾ സത്യഭാമ ഇങ്ങനെ ഇതൊക്കെ അന്തം വിട്ട് കേട്ടോണ്ടിരിക്കുകയാണ്. സത്യഭാമയ്ക്ക് മനസ്സിലാവുന്നില്ല, അറിയുമായിരുന്നില്ലല്ലോ ഇതൊക്കെ. തുടർന്നും ആ ഒരു മരണത്തിന് ശേഷമാണ് യഥാർത്ഥ പകയൊക്കെ കഥ ആദ്യമായിട്ട് ഇവിടെ ആരംഭിക്കുന്നത്. പിന്നീടാണ് രോഹിത്ത് സുസ്മിതയെ തേടി ഇറങ്ങുന്നത്. സത്യഭാമയുടെ വീട്ടിൽ വെച്ച് സുസ്മിതയെ കണ്ടെത്തിയിട്ടും അറിയാത്ത ഭാവം നടിച്ചു. എന്നിട്ട് താനും സുസ്മിതയും തമ്മിൽ സ്നേഹമാണെന്ന് സത്യഭാമയുടെ മുമ്പിൽ വരുത്തി തീർത്തു. അതും സത്യഭാമയുടെ കാർമ്മികത്വത്തിൽ തന്നെയാണ് അങ്ങനെ ഒരു വിവാഹത്തിലേക്ക് കൊണ്ടെത്തിച്ചത്. ഇഷ്ടമില്ലായിരുന്ന ഒരു വിവാഹത്തിലേക്ക് സുസ്മിതയെ കൊണ്ടെത്തിച്ചു. എന്നിട്ടും എൻ്റെ കക്ഷി അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോവാനായിട്ടൊക്കെ ശ്രമിച്ചു. യഥാർത്ഥമായ സ്നേഹം കാണിച്ചപ്പോൾ അതിനെയാണ് കപട സ്നേഹം എന്നിവിടെ എതിർഭാഗം വക്കീൽ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞങ്ങ് വാദിക്കുമ്പോൾ സത്യഭാമ ഇങ്ങനെ വിഷ്ണുവിനെ ശാലിനിയൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ അവർ മുഖം കൊടുക്കുന്നില്ല. തുടർന്ന് സുസ്മിത അങ്ങ് സധൈര്യം നിൽക്കുകയാണ്. താൻ രക്ഷപ്പെടും എന്നുള്ളൊരു ഉദ്ദേശത്തിൽ തന്നെയാണ് സുസ്മിത നിൽക്കുന്നത്.
അഭിനയിച്ചതും അത് പറഞ്ഞ് പ്രതിഫലിപ്പിച്ചതും അവാർഡ് വാങ്ങിയതും ഒക്കെ സുസ്മിതയല്ല, ഈ നിൽക്കുന്ന രോഹിത് മോഹൻ തന്നെയാണ്. ഇൻഷുറൻസ് തുക കിട്ടാനായിട്ട് താൻ മരിച്ചു എന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്ത കുറിപ്പിന്റെ കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാകാം. പക്ഷെ അതിനേക്കാൾ ക്രൂരമാണ് ഈ രോഹിത്തിന്റെ അഭിനയമൊക്കെ. തൻ്റെ അച്ഛൻ്റെ മരണത്തിന് കാരണക്കാരി എന്ന് വിശ്വസിക്കുന്ന പെൺകുട്ടിയെ വിവാഹം കഴിച്ചിട്ട് ആ പെൺകുട്ടി തന്നെ കൊലപ്പെടുത്തി എന്ന് ബാക്കിയുള്ളവരുടെ മുന്നിലൊക്കെ തെളിയിക്കാനായിട്ട് ശ്രമിച്ച ഈ രോഹിത്താണ് ക്രൂരമായ കൃത്യം ചെയ്തിരിക്കുന്നത്. ഇവനാണ് യഥാർത്ഥ അഭിനേതാവ് എന്നൊക്കെ പറയുമ്പോൾ ഇല്ല, ഇതൊന്നും സത്യമല്ല, ഞാൻ പറഞ്ഞതാണ് സത്യം എന്നൊക്കെ രോഹിത് വിളിച്ചു പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും അമീർ അബ്ദുള്ള അനുവദിച്ചു കൊടുക്കുന്നില്ല. തുടർന്നും അമീർ പറയുന്നുണ്ട്, തൻ്റെ കക്ഷി സുസ്മിതയെ മനഃപൂർവ്വം ട്രാപ്പിലാക്കാൻ വേണ്ടി കുറേ പേർ ചേർന്ന് തട്ടിക്കൂട്ടിയ ഒരു നാടകമാണ്, കുരുക്കാണ് ഇതൊക്കെയെന്ന് വ്യക്തമായി കഴിഞ്ഞില്ലേ. അതിലെ ഒരു കഥാപാത്രം മാത്രമാണ് ഈ പത്മാവതി, ആ ഇരിക്കുന്ന സ്ത്രീ എന്ന് പറഞ്ഞ് പത്മാവതിയമ്മയെ ചൂണ്ടിക്കാണിക്കുകയാണ്. മകൻ നഷ്ടപ്പെട്ട വേദനയിൽ കണ്ണീര് കുടിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞല്ലേ ഇവിടെ തുടങ്ങിയത്. പക്ഷേ കണ്ണീരിൻ്റെ ഒരു ചെറിയ നനവെങ്കിലും അവരുടെ മുഖത്ത് കണ്ണിൽ കാണാൻ പറ്റുമോ എന്നൊക്കെ പറയുമ്പോൾ ജഡ്ജി ഇങ്ങനെ അവരെ തന്നെ നോക്കിയാണ്. എന്നിട്ടും പത്മാവതി അമ്മയുടെ അമീർ പറയുന്നുണ്ട്, പത്മാവതിയമ്മ നല്ല അഭിനയമായിരുന്നു, അഭിനയം പാതി വഴിക്ക് വെച്ച് നിർത്തണ്ട, ഇനിയും തുടരണം എന്ന് പറഞ്ഞിട്ട് സ്ഥലം സർക്കിളായ ചന്ദ്രബോസിനെ വിസ്തരിക്കാനായിട്ട് അനുവാദം നൽകണമെന്ന് അമീർ പറയുകയാണ്. അന്നേരം ഒബ്ജക്ഷൻ എന്നും പറഞ്ഞിട്ട് അർജുൻ ചാടി എഴുന്നേൽക്കുകയാണ്. അത് കേൾക്കുമ്പോൾ സാക്ഷി പട്ടികയിൽ ഇല്ലാത്ത ഒരാളെയും വിസ്തരിക്കാനായിട്ട് കോടതി അനുവദിക്കരുത്, അതൊക്കെ നിയമാനുസൃതമല്ല, നിയമത്തിനെതിരാണ് എന്നൊക്കെ അർജുൻ പറയുമ്പോൾ അത് വിസ്തരിച്ചാലല്ലേ അറിയാൻ പറ്റുള്ളൂ എന്ന് അമീർ ചിരിച്ചുകൊണ്ട് തന്നെ പറയുകയാണ്. അന്നേരം കോടതി ജഡ്ജി പറയുന്നുണ്ട്, ഈ കേസിൽ നിയമാനുസൃതമല്ലാത്ത പല കാര്യങ്ങളും നടന്നതായിട്ട് പബ്ലിക് പ്രോസിക്യൂട്ടർ കണ്ടില്ലേ, അപ്പോൾ ഈ സ്ഥലം സർക്കിളിനെ വിസ്തരിക്കുന്നത് കൊണ്ട് യാതൊരു കുഴപ്പവുമില്ല, യു പ്രൊസീഡ് എന്ന് അമീറിന് അനുവാദം കൊടുക്കുകയാണ് ജഡ്ജി. തുടർന്ന് ആ സാക്ഷിക്കൂട്ടിൽ നിന്ന് രോഹിത് ഇറങ്ങിയ ശേഷം ചന്ദ്രബോസ് കയറുകയാണ്. സത്യം ആ പുസ്തകത്തെ തൊട്ട് സത്യമൊക്കെ ചെയ്യിച്ച ശേഷം സ്ഥലം CI ചന്ദ്രബോസ് അല്ലേം ചോദിക്കുന്നുണ്ട്, അതേന്ന് പറയുകയാണ്. അന്നേരം നമ്മുടെ പരിശോധനയ്ക്ക് സുസ്മിതയെ ഹാജരാക്കുമ്പോൾ താൻ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം സ്ഥലം സർക്കിൾ എന്ന രീതിയിൽ അതെൻ്റെ ഒരു ഡ്യൂട്ടി ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. തുടർന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റം സുസ്മിതയുടെ എങ്ങനെയുള്ളതായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ചന്ദ്രബോസ് ഇങ്ങനെ ശ്രീരഞ്ജിനി നോക്കുന്നുണ്ട്. പക്ഷേ ശ്രീരഞ്ജിനി തല ഉയർത്തി പിടിച്ച് തന്നെ ഇരിക്കുകയാണ്, തൻ്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ലല്ലോ. തുടർന്ന് ചന്ദ്രബോസ് അങ്ങ് കള്ളം തന്നെ അവിടെ പറയുകയാണ്. നിർബന്ധിച്ച് സുസ്മിതയെ കൊണ്ട് കുറ്റം അടിച്ചേൽപ്പിക്കുന്നത് പോലെ തോന്നി, നിർബന്ധിച്ച് അത് സമ്മതിപ്പിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയതെന്ന് പറയുന്നുണ്ട്. അന്നേരം ശാലിനിയും വിഷ്ണുവും ഒക്കെ അങ്ങ് തല ഉനിച്ചിരിക്കുകയാണ്. കള്ളമാണല്ലോ ഇവിടെ പറയുന്നത്, പക്ഷെ അതൊക്കെ ജഡ്ജി ഒരു പോയിന്റ് ആയിട്ടാണല്ലോ കണക്കാക്കുന്നത്. തുടർന്ന് സുസ്മിത നിരോധിച്ച മരുന്ന് ഉപയോഗിക്കുന്നതായിട്ട് ആരാണ് കണ്ടെത്തിയെന്ന് ചോദിക്കുമ്പോൾ അത് പബ്ലിക് പ്രോസിക്യൂട്ടർ അർജുൻ ശങ്കറാണ് കണ്ടെത്തിയത്. അർജുൻ വക്കീൽ തന്നെയാണ് കയ്യിൽ നിന്നും ഗുളികയുടെ സ്ട്രിപ്പ് കണ്ടെത്തിയതും അത് നിയന്ത്രിച്ചുള്ള നിരോധിത മരുന്നാണ് എന്നൊക്കെ പറഞ്ഞതും എന്ന് പറയുമ്പോൾ ദാറ്റ്സ് ആൾ യുവർ ഓണർ എന്ന് പറഞ്ഞ് തൻ്റെ ചന്ദ്രബോസിനെ വിസ്താരം അവിടെ അമീർ അബ്ദുള്ള അവസാനിപ്പിക്കുകയാണ്. തുടർന്ന് ഇനി ക്രോസ് എന്ന് ജഡ്ജി ചോദിക്കുമ്പോൾ അർജുൻ ശങ്കർ എഴുന്നേൽക്കുന്നുണ്ട്. പക്ഷേ അർജുൻ ഒന്നും പറയുന്നില്ല, നോ യുവർ ഓണർ, ഒന്നും ചോദിക്കാനില്ല എന്ന് പറഞ്ഞിട്ട് അർജുൻ അങ്ങ് ഇരിക്കുകയാണ്. തുടർന്ന് അമീർ അബ്ദുള്ള പറയുകയാണ്, പബ്ലിക് പ്രോസിക്യൂട്ടർ താൻ വാദിക്കുന്ന കേസിലെ പ്രതിയെന്ന് സംശയിക്കുന്ന ആളിനെ നിയമക്കുരുക്കിൽ പെടുത്തുകയും ഉന്നത തലങ്ങൾ വരെ അതിനുവേണ്ടി സ്വാധീനം ചെലുത്തുകയും ഒക്കെ ചെയ്യുന്നത് ഇവിടെ അനാവശ്യമായ കാര്യങ്ങളാണ്. എന്തിനതൊക്കെ പബ്ലിക് പ്രോസിക്യൂട്ടർ സ്വന്തം ശക്തിയൊക്കെ ഉപയോഗിച്ച് സ്വാധീനം ഉപയോഗിച്ച് തന്നെയാണ് ആ സ്ഥാനം പബ്ലിക് പ്രോസിക്യൂട്ടർ എന്നുള്ള സ്ഥാനം കൈയടക്കിയതും. ഇതൊക്കെ എന്തിനു വേണ്ടിയാണ് ചെയ്തത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അടിസ്ഥാനരഹിതമായ കുറ്റങ്ങളാണ് ഇവിടെ ആരോപിക്കുന്നത് എന്ന് പറഞ്ഞ് അർജുൻ ചാടി എഴുന്നേൽക്കുകയാണ്. അതൊക്കെ പച്ചക്കള്ളങ്ങളാണ് പറയുന്നതെന്ന് പറയുമ്പോൾ ഐ ക്യാൻ പ്രൂവ് ഇറ്റ് എന്ന് അർജുൻ പറയുകയാണ്. എങ്കിൽ പ്രൊസീഡ് എന്ന് ജഡ്ജിയും പറയുന്നുണ്ട്. തുടർന്ന് അമീർ അബ്ദുള്ള തൻ്റെ ആ ടേബിളിൽ നിന്നും എന്തോ ഒരു കവർ എടുത്ത് ജഡ്ജി ഏൽപ്പിക്കുന്നുണ്ട്. തുടർന്ന് അമീർ അബ്ദുള്ള പറയുകയാണ്, സുസ്മിത നുണ പരിശോധന സമയത്ത് കഴിച്ചു എന്ന് പറയുന്ന നിരോധിത മരുന്ന് കഴിച്ചു എന്ന് പറയുന്ന ആ ടെസ്റ്റ് റിപ്പോർട്ടിൻ്റെ ലാബിൽ നിന്നുള്ള റിപ്പോർട്ടാണ് എന്ന് പറയുമ്പോൾ ജഡ്ജി ആ കവർ പൊട്ടിച്ചത് വായിക്കുകയാണ്. വായിച്ച ശേഷം പറയുന്നുണ്ട്, ഇത് നിരോധിത മരുന്നൊന്നുമല്ല, ഇത് തലവേദനയ്ക്കുള്ള പാരസെറ്റമോളാണ് എന്ന് പറയുമ്പോൾ അർജുനും ശാലിനിയും വിഷ്ണുവും സത്യഭാമയും ഒക്കെ അങ്ങ് അന്തം വിടുകയാണ്. ചന്ദ്രബോസ് അങ്ങ് സുസ്മിതയെ നോക്കി ചിരിക്കുന്നുണ്ട്. സുസ്മിതയും ആകെ സന്തോഷത്തിലാണ്. അന്നേരം ആ ലാബ് റിപ്പോർട്ട് അവിടെ അമീർ അബ്ദുള്ള മാറ്റിമറിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇനി എന്ത് ചെയ്യും വിഷ്ണുവേട്ടാ എന്നുള്ളൊരു ഉദ്ദേശത്തിൽ ശാലിനി അങ്ങ് വിഷ്ണു ദയനീയമായി നോക്കിയിരിക്കുകയാണ്. പക്ഷേ വിഷ്ണുവിനും ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല.
പക്ഷെ അത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുകയാണ്. പക്ഷെ അതൊക്കെ ഇനി എങ്ങനെ മാറി മറിയും എന്നുള്ളതൊക്കെയാണ് അടുത്ത എപ്പിസോഡിൽ. ഇനിയിപ്പോൾ സുസ്മിത രക്ഷപ്പെടുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. പക്ഷെ ഇവിടെ രാച്ചിയമ്മയോ ശാരദാമ്മയോ ബുള്ളറ്റ് വിജയനോ ഒക്കെ എത്തിയാൽ രോഹിത് പറഞ്ഞതൊക്കെ ശരിയാണെന്ന് തെളിയിക്കാം. പക്ഷെ അടുത്ത സാക്ഷി 3-ാം ദിവസമാണ് ഇതിപ്പോൾ കോടതി വിചാരണ നടക്കുന്നത്. ഇനിയിപ്പോൾ എന്താ എന്ന് അടുത്ത എപ്പിസോഡിൽ. താങ്ക് യു.